നമ്മുടെ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം തന്നെ. കാരണം സമരം ആരംഭിച്ച് ഒരു മാസമാവുകയാണ്. അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളിൽ മേൽ ചർച്ചകൾ 2 വട്ടം നടന്നു. പക്ഷേ ആ 2 ചർച്ചകളും പകുതിക്ക് വഴിമുട്ടിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഈ ഒരു മാസക്കാലമായി സെക്രട്ടേറിയറ്റ് പടിക്കലിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ആശാ വർക്കർമാർ സമരത്തിലിരിക്കുകയാണ്. ഇവരുമായി സംസാരിക്കാനോ അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിക്കുമ്പോൾ കേന്ദ്രം സംസ്ഥാനത്തെ പഴിക്കുന്നു. രണ്ടുപേരും എന്തൊക്കെ ആശമാർക്ക് നൽകി എന്നത് കാണിച്ചുകൊണ്ട് രണ്ടുപേരും രേഖകൾ പുറത്തിറക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരുടെ ആവശ്യങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം നൽകുന്ന തരത്തിൽ, ഇവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ഇനിയും ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്നത് ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരം ഒരു മാസം പിന്നിടുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ഇപ്പോൾ പ്രതിഷേധക്കാരുടെ തീരുമാനം. സമരത്തിന് തുടക്കം മുതൽ തന്നെ പിന്തുണയുമായിട്ട് ഈ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളെല്ലാം, അതുപോലെ തന്നെ ഈ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ സാമൂഹിക രംഗത്തെ പ്രമുഖരൊക്കെ രാഷ്ട്രീയം മറന്ന് സമരപ്പന്തൽ സന്ദർശിക്കുന്നതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. ഈ സമരത്തിന് സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും പിന്തുണയേർന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ സമരത്തിന് കൂടുതൽ പിന്തുണ അർപ്പിച്ച് പാർലമെന്റ് കവാടത്തിൽ UDF എംപിമാർ പ്രതിഷേധ ധർണ നടത്തും. ഈ വിഷയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട്, പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ആശാ വർക്കർമാർ സമരം ആരംഭിച്ചിട്ടതേ ഒരു മാസം ആവുന്നു. ഈ ആവശ്യങ്ങളിൽ മേൽ ഇനിയും ഒരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. സർക്കാർ അനുഭാവപൂർണ്ണമായ നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാർന്നുണ്ട്. ഇപ്പോൾ ആശാ വർക്കർമാർ സമരം ഒരു മാസം പിന്നിടുമ്പോൾ ഈ സമരത്തിന്റെ സ്വഭാവം മാറ്റാനാണോ അവരുടെ തീരുമാനം? എന്താണ് നിലവിലെ വിവരങ്ങൾ? ബിനിൽ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരത്തിന്റെ മുഖം മാറുന്നു എന്നുള്ളതാണ്. മറ്റൊരു രീതിയിലേക്ക്, 2ാം ഘട്ടത്തിലേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ഇതിപ്പോൾ നമുക്ക് രാവിലെ കാണുമ്പോൾ തന്നെ അറിയാം, രാപ്പകൽ സമരമാണ്. ആശമാർ ഇവിടേക്ക് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവരുടെ സമരം 30-ാം ദിവസമാണ്. അതായത് സമരം തുടങ്ങിയിട്ട് ഒരു മാസമായിരിക്കുന്നു. പക്ഷേ ഇതുവരെയും അനുകൂലമായ ഒരു തീരുമാനവും ഇവരുടെ ഭാഗത്തു നിന്നും, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമരം ശക്തമാക്കാനുള്ള ആശമാരുടെ തീരുമാനം. 17-ാം തീയതിയാണ് ഈ സമരം മറ്റൊരു രീതിയിലേക്ക് കടക്കുക. എന്തായാലും രാപ്പകൽ സമരം അതേപടി തുടരും. 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇവർ ഒരു മാസമായി സമരം ചെയ്തിട്ടും ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിച്ചിട്ടില്ല. മന്ത്രി ഇട ജോർജ് ചർച്ച നടത്തിയെങ്കിലും അതിലേക്ക് അനുകൂലമായ തീരുമാനത്തിലെത്തിയില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. അങ്ങനെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ സമരം ശക്തമാക്കാനുള്ള തീരുമാനം. എന്തായാലും 17-ാം തീയതിയാണല്ലേ നിങ്ങളുടെ ഈ സെക്രട്ടേറിയറ്റ് 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുക? സമരം നമ്മൾ രാപ്പകൽ സമരം മുന്നോട്ട് കൊണ്ടുപോകും. 17-ാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ സമരമായിട്ട് പോകുക സെറ്റിൽ ചെയ്യുന്നത് വരെ. ഈ 17-ാം തീയതി എല്ലാ ആശമാരും ഇവിടേക്ക് എത്തും. കൂടുതൽ സംഘടനകൾ പിന്തുണ അറിയിച്ചിട്ടുണ്ടോ? നമ്മൾ ആശമാര് ജില്ലാതലത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും വരാനുള്ള പ്രവർത്തനം ഇതിനോട് ആരംഭിച്ചു കഴിഞ്ഞു. സംഘടനകളോട് ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ്, എല്ലാ ജില്ലകളിൽ നിന്നും ആശമാരെ ഇവിടെ എത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതുവരെ നമ്മളെ പിന്തുണച്ചു വന്ന എല്ലാ സംഘടനകളോടും അതാണ് ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന. സംസ്ഥാനം പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് കേരളമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി തിരുത്തൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ സിക്കിമിൽ ജോലി ചെയ്യുന്ന ഒരാൾ രാത്രി ഇവിടെ വന്നു. അദ്ദേഹം 16-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അവിടെ ഇത് മാത്രമല്ല, വേറെ ഒത്തിരി ബെനിഫിറ്റ്സ് ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കള്ളങ്ങൾ പറഞ്ഞ് എത്ര കാലം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ആദ്യമേ മുതൽ ഞങ്ങൾ പറയുന്നത് മറ്റ് സ്റ്റേറ്റിൽ കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ. കേരളത്തിലെ ജീവിത ചെലവുകൾ കൂടുതലാണ്. നമ്മൾ ജീവിക്കുന്ന വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിനും വിദ്യാഭ്യാസം കിട്ടും. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയി നോക്ക്, അങ്ങനെയുള്ളൊരു നിർബന്ധമുണ്ടോ? അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഏത് തൊഴിലെടുക്കുന്നവനാണേലും അവൻ്റെ കുഞ്ഞ് പഠിക്കാൻ മിടുക്കനാണെങ്കിൽ, പ്രാപ്തി ഉണ്ടെങ്കിൽ അവനെ ഏത് നിലയിൽ വരെ പഠിപ്പിക്കാനും തയ്യാറാകും. ഇരിക്കുന്ന എത്രയോ ആശാ വർക്കർമാരുടെ മക്കൾ മെഡിസിന് പഠിക്കുന്നുണ്ട്, അതുപോലെ എന്തെല്ലാം കോഴ്സിന് പഠിക്കുന്നു. അപ്പോൾ അത് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ സാഹചര്യം. അതിനനുസരിച്ച് ജീവിത ചെലവുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടെ കൂലി തരേണ്ടത്, നല്ല വേതനം തരേണ്ടുന്നത്.
സേതു, എന്തായാലും സമരം ഇങ്ങനെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഒരു മാസത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ മഴ നനയാതിരിക്കാൻ ടാർപോൾ ഷീറ്റ് വെച്ചിരുന്നു. അത് പൊളിച്ചു മാറ്റിയപ്പോൾ പോലീസ് ഇടപെട്ടു. അങ്ങനെ വലിയ വിവാദമായി. പിന്നീട് വലിയ പ്രശ്നമായപ്പോൾ വിവിധ നേതാക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഇതൊരു ഈർക്കിലി സംഘടന സമരമാണെന്ന് എളമരം കരീം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന്റെ പത്രത്തിൽ അദ്ദേഹം ലേഖനം എഴുതി. അതോടൊപ്പം സീറ്റ് നേതാവ് KN ഗോപിനാഥ്, അങ്ങനെ അദ്ദേഹത്തിന്റെ അധിക്ഷേപ പരാമർശം വരുന്നു. അങ്ങനെ അധിക്ഷേപ പരാമർശവും വിവാദങ്ങളും, അങ്ങനെ ഒരുപാട് കോലാഹലങ്ങൾ ഈ ആശാ സമരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സമരത്തിന്റെ വീര്യം ഒട്ടും ചോർന്നിട്ടില്ല. മറ്റൊരു ഘട്ടത്തിലേക്ക് സമരം മുന്നോട്ട് പോവുകയാണ്. 17-നാണ് ഈ ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. ഒരു നിയമലംഘന സമരത്തിലേക്ക് അവർ കടക്കുകയാണ്. അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് ആശമാർ പറയുന്നതിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. രാപ്പകൽ സമരം തുടരും എന്നാണ് ആശമാർ പറയുന്നത്. സേതു. ശരി ബിനിൽ. അപ്പോൾ ആശാ വർക്കർമാർ അവരുടെ സമരമൊക്കെ മറ്റൊരു രീതിയിൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇനി സെക്രട്ടേറിയറ്റ് ഉപരോധമുണ്ട് 17-ന്. അനുഭാവപൂർണമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇനിയെങ്കിലും എടുക്കും. കാരണം ഒരു മാസം ആയിരിക്കുന്നു സമരം ആരംഭിച്ചിട്ട്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരി ബിനിൽ.